അവരുടെ അന്വേഷണം നടത്തുമ്പോഴത്തേക്ക് അവരെന്താ പറഞ്ഞതിൽ ഒരു പാളിച്ച ഉണ്ടായിട്ടില്ല. ഒരു പാളിച്ച ഉണ്ടായിട്ടില്ലെങ്കിൽ ഈ കോടികൾ ഇങ്ങനെ ഇടിഞ്ഞു പൊളിഞ്ഞ് താഴെ പോകുന്ന കണ്ടു വരുമോ? മണ്ണല്ലല്ലോ ഇടിഞ്ഞു പോകുന്നത്, ജനങ്ങളുടെ നികുതി പണത്തിന് ചെലവഴിച്ച കോടികളല്ലേ. ഞാൻ അത് റിസ്റ്റോർ ചെയ്യണമെങ്കിൽ എത്ര പൈസ വേണ്ടി വരും? അപ്പൊ ഇതിന്റെ ഉത്തരവാദിത്തം ആർക്ക്? ആഴ്ചയിൽ റിവ്യൂ, ഉച്ചക്ക് റിവ്യൂ, വൈകുന്നേരം റിവ്യൂ, 2 ആഴ്ച കൂടുമ്പോൾ റിവ്യൂ, മുഖ്യമന്ത്രിയുടെ റിവ്യൂ, മന്ത്രിയുടെ റിവ്യൂ, കേന്ദ്രത്തിന്റെ റിവ്യൂ, സന്ദർശനം, റീലുണ്ടാക്കല്, ഡ്രോൺ വീഡിയോ പിടിക്കല്, ഇതൊക്കെ നടക്കുന്നുണ്ടല്ലോ. അപ്പോ ഉത്തരവാദിത്വം ഉദ്യോഗസ്ഥ തലത്തിൽ മാത്രമല്ല, ഗവൺമെന്റുകൾക്ക് ഉത്തരവാദിത്വം ഉണ്ട്, അതിനെ ബന്ധപ്പെട്ട ആളുകൾക്കുണ്ട്, മന്ത്രിമാർക്കുണ്ട്. അന്വേഷണം നിഷ്പക്ഷമായിട്ടുള്ള രീതിയിൽ ഒരു ഏജൻസിയെ കൊണ്ട് നടത്തണം. കാരണം ഇപ്പൊ തന്നെ അന്വേഷണം പ്രഖ്യാപിച്ചതിന്റെ പിറ്റേ ദിവസം തന്നെ വന്നത് എന്താ? ഒരു പാളിച്ചയും സംഭവിച്ചിട്ടില്ല. ഒരു പാളിച്ചയും സംഭവിക്കാതെ ഇതെങ്ങനെ ഇടിഞ്ഞു പൊളിഞ്ഞു വീഴുന്നത്? സോയിൽ നെയിലിംഗ് നമ്മുടെ ഈ പ്രദേശത്തെ മണ്ണിന് ഫീസിബിൾ അല്ല, അത് സൂട്ടബിൾ അല്ല എന്നുള്ളത് അവിടുത്തെ മുഴുവൻ ആളുകളും ജനപ്രതിനിധികൾ അഡ്വാൻസ് ആയി പറഞ്ഞിട്ടും അത് പറയാനുള്ള കോമ്പറ്റൻസി നിങ്ങൾക്ക് എന്താണെന്ന് ചോദിച്ചിട്ട് പഞ്ചായത്ത് പ്രസിഡന്റുമാരോട് ഉൾപ്പെടെ ഇവർ മെക്കിട്ട് കയറാനാണ് ശ്രമിച്ചത്. ഇപ്പൊ അവർ പറഞ്ഞതുപോലെ അത് പൊളിഞ്ഞു